ഹായ് ഫ്രണ്ട്സ്, ഇത് BB7 റിവ്യൂ അല്ല. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. പോകുന്നത് എങ്ങോട്ടല്ല, ഏർവാടിയിലേക്കാണ്. അപ്പോൾ കൂടുതൽ തെങ്ങിൻ തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയും കാറ്റാടിപ്പാടങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ആ കഫേയുടെ പിറകിലുള്ള മലയാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്, അടുക്കി വെച്ച പോലെ ഒരു മല. പിന്നെയും നമ്മൾ യാത്ര തുടരുകയാണ്. ഒരുപാട് ദൂരം ഉണ്ടല്ലോ, അപ്പം നിറയെ ഇതുപോലെയുള്ള കാറ്റാടി പാടങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ രാത്രി നമ്മൾ എത്തിയപ്പോൾ തന്നെ എന്തായാലും കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഒരു 9:30 ആകുമ്പോഴാണ്. ഒരു സിയാറത്ത് ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ച് വന്നിട്ട് ഇത്രയും സമയമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അപ്പോൾ അവിടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോരുത്തരും നമ്മളെ പോകുമ്പോൾ തന്നെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. അതുപോലെ പട്ടൊക്കെ എടുത്തിട്ട് നമ്മളെ ഓതി ദ്വാരിക്കുന്ന പോലെയൊക്കെ കാണിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് കാശ് തട്ടാനായിട്ട് കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അതിലാരും പെടാതിരിക്കണം. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, പട്ട് ചുറ്റിയിട്ടുള്ള ദുആ ചെയ്ത് കാശ് കൊടുക്കലൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ഉണ്ടിയിൽ മാത്രം ഇടുക, ആരുടെ കയ്യിലും കാശ് കൊടുക്കരുതെന്ന്. എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം അവർ പറയും പട്ടുണ്ട് എല്ലാവിടെയും ഇടും, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, ഇഷ്ടപ്പെട്ട കാശ് വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതവിടെ ബാനാണ്. എല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഉസ്താദന്മാരല്ലേ, കൊടുക്കാം, നമുക്ക് വേണ്ടി ദുആ ചെയ്തല്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. അവരവിടെ പറ്റിക്കാനായിട്ടിരിക്കുന്നതാണ്, അവിടെ ഉള്ളവരെന്നെ പറയുന്നതാണ് കേട്ടോ അത്. എന്നിട്ട് പിന്നെ രാവിലെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും പോയി. രാവിലെ വീണ്ടും സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന വഴി കണ്ടതാണ് ഈ ഉപ്പുപാടം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ഒരു നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. ജോലിക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നന്നായി ഇറങ്ങി അവിടെയൊക്കെ നോക്കി നിന്ന്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. നല്ല കാറ്റും ഉപ്പും ഇതൊക്കെ എന്താണെന്ന് പിള്ളേർ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവർക്ക് അതൊക്കെ അറിയാനുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഇത് അവിടുത്തെ പണിക്കാരിയാണെന്ന് വിചാരിക്കേണ്ട, ഇതെൻ്റെ മോളാണ്. അവളിങ്ങനെ ഉപ്പ് വലിക്കുന്ന സാധനം കണ്ടപ്പോൾ അവൾക്കത് വലിച്ചു നോക്കണം എന്നൊരാഗ്രഹം വന്നാൽ പിന്നെ പണിക്കാരാരുമില്ല, ആരോട് ചോദിക്കാൻ, എടുത്ത് വലിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ അവൾ വലിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ വലിച്ചു വരുന്നുണ്ടോ, ഉപ്പ് ഇങ്ങനെയാണ് വലിച്ചെടുക്കണമെന്ന് എനിക്കും അറിയില്ലായിരുന്നു. അവിടെ കണ്ടപ്പോൾ ഇങ്ങനെ കാണുമ്പോഴൊക്കെയാണ് നമ്മളും കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഉപ്പുപാടത്തൊക്കെ ഒന്ന് പോയൊക്കെ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗുഷി ബീച്ച് എന്ന് പറയും. നല്ല ബീച്ചായിരുന്നു. നല്ല ഒരു തിരമാലകളൊന്നും ഇല്ലാത്ത, അധികം തിരമാലകൾ എന്നല്ല, തിരമാലകളേ ഇല്ല, നല്ല ക്ലിയറായി കിടക്കുന്ന വെള്ളവും എല്ലാം ആയിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഒരു പേടിയില്ലാതെ പിള്ളേരെയൊക്കെ ഇറക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു, പിള്ളേരൊക്കെ കളിച്ചു. അതിനുശേഷം പിന്നെ അവിടെ ബോട്ടിംഗ് ഉണ്ടായി. നമ്മുടെ കടലിൻ്റെ നടുവിലൂടെയൊക്കെ ഒരു ബോട്ടിംഗ്. തിരമാലകളില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായി കയറാമല്ലോ, അതുകൊണ്ട് അതിലൊക്കെ കയറി കുറച്ച് നേരം കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. ആൾക്കാരൊക്കെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനും അവിടെ നിൽക്കാനും ഒക്കെ. പിള്ളേരൊക്കെ നന്നായി എൻജോയ് ചെയ്ത് വെള്ളത്തിലിങ്ങനെ കിടക്കുകയല്ലേ, അവരിങ്ങനെ ഫ്രീ ആയി വിട്ടേക്കല്ലേ. തിരമാലകളില്ലാത്തത് കാരണം നമുക്കൊരു പേടിയില്ല, അവരിഷ്ടം പോലെ കളിച്ചോട്ടെ എന്നുള്ള രീതിയിൽ കണ്ടോ. അങ്ങനെ ആൾക്കാർ നല്ല തിരക്കുണ്ട് അവിടെ. ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ആ സൈഡിൽ തന്നെ വെച്ചിരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പോയി. പിന്നെ പോയത് രാമേശ്വരം പാമ്പിൻ പാലത്തിലൂടെയൊക്കെ പോയി. ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോയത്. നല്ല രസമുണ്ടായിരുന്നു. കടലിൻ്റെ നടുവിലൂടെ ഒരു റോഡ് യാത്ര എന്നൊക്കെ പറയുമ്പോൾ നല്ല കാറ്റും നല്ലൊരു അന്തരീക്ഷമൊക്കെ ആയിരുന്നു. അവിടെ നിറയെ ബോട്ടുകളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി അവിടെയൊക്കെ നിന്ന് എല്ലാമൊക്കെ കണ്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങിയത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. എന്താണെന്നറിയില്ല, എന്തോ പാർട്ടിയുടെ പ്രോഗ്രാം എന്തോ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് കാണാൻ വന്നതാണ് എന്നൊക്കെയാണ് തോന്നുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഇറങ്ങി അവിടെ കുറച്ച് നേരം നിന്നു. കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു അവിടെ, നല്ല കാറ്റൊക്കെ ആയിട്ട്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ധനുഷ്കോടിയിലേക്ക് യാത്രയായി. അതും ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതരം ഒരു ഫീലായിരുന്നു. ഇങ്ങനൊരു യാത്ര ചെയ്യാത്തത് കൊണ്ട്, കടലിൻ്റെ നടുവിലൂടെ ഒരു യാത്ര എന്ന് വേണമെങ്കിൽ പറയാം. റോഡാണ്, പക്ഷെ രണ്ട് സൈഡും കടലാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. എന്തായാലും പോവാത്തവരൊക്കെ പോവണം, കാണണം.
നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നമ്മുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണെന്ന് എനിക്ക് തോന്നിയത്. അവിടുത്തെ ലൈറ്റ് ഹൗസ് ആണ് കേട്ടോ ഈ കാണുന്നത്. കണ്ടോ, ഇവിടുന്ന് തന്നെ നല്ല തിരക്കുണ്ട്. ഇവിടുന്നേ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇവിടുന്നേ തിരക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോകുമ്പോഴാണ് ഒരു ഷിപ്പ് കണ്ണിൽപ്പെട്ടത്. ശരി, അവിടെ ഇറങ്ങാം, അതിലൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതിയപ്പോഴാണ് കണ്ടത് 2 സൈഡും അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അവരുടെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് ആരെയും കയറ്റില്ല. പുറത്ത് നിന്ന് ഈ കാണുന്ന കാഴ്ചയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. എന്നിട്ട് വണ്ടി ഒരു സൈഡ് ഒതുക്കിയിട്ട് അങ്ങോട്ട് നടന്ന് മാങ്ങയും കടലയൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ട് നടന്ന് ലാസ്റ്റിലേക്ക് എത്തി. നമ്മൾ റോഡിൻ്റെ ലാസ്റ്റിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നെ പിള്ളേർ ഫോട്ടോ എടുക്കലും മറ്റേ ഇതിൻ്റെ മേലെ ചാടിക്കയറലും ഒക്കെ ആയി. പിന്നെ വളമാല സാധനങ്ങളൊക്കെ നമ്മുടെ ശംഖ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ മേടിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ യാത്രാ വിവരണം. സോ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.